മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റിട്ടതിന് CPM സസ്പെൻഡ് ചെയ്ത നേതാവ് വീണ്ടും പോസ്റ്റുമായി രംഗത്ത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് നടപടി നേരിട്ട CPM പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജോൺസൺ PJ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത്. ഗർഭികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായി ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് ജോൺസൺ PJയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയെന്നല്ല MLA ആകാൻ പോലും മന്ത്രി വീണയ്ക്ക് യോഗ്യതയില്ല എന്നായിരുന്നു ജോൺസൺ PJയുടെ നേരത്തെയുള്ള പോസ്റ്റ്. ഇതിനെ തുടർന്ന് ജോൺസണെ പാർട്ടിയിൽ നിന്ന് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. സമാന വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച CWC മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് N രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയായിരുന്നു N രാജീവ് പരോക്ഷമായി പരിഹസിച്ചത്. സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുമായിരുന്നു രാജീവിന്റെ പരിഹാസം. മന്ത്രിയുടെ ശമ്പളം കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ലെന്ന പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘം ചേർന്ന് ബഹളം വയ്ക്കുകയും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്നുമാണ് കേസ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് നടപടി. ശമ്പളം മുടങ്ങിയ താൽക്കാലിക ജീവനക്കാർ മന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. പരിപാടി കഴിഞ്ഞ് മന്ത്രി തിരക്ക് കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടാണ് താൽക്കാലിക ജീവനക്കാർ ബഹളം വച്ചത്. കഴിഞ്ഞ 2 മാസത്തെ ശമ്പളം കിട്ടിയില്ലെന്ന പരാതിയാണ് ജീവനക്കാർക്ക് ബോധ്യപ്പെടുത്താനുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല എന്ന വേദന മന്ത്രിയെ ധരിപ്പിക്കാനുമുണ്ടായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താൽക്കാലിക ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെന്നും കൃത്യമായി ശമ്പളം നൽകേണ്ടതുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു. ശമ്പളം മുടങ്ങിയതിന്റെ പരാതി ധരിപ്പിച്ച ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം പുകയുകയാണ്.